വിശദമായ റിപ്പോർട്ടുകളിലേക്ക് വരുന്നു. തുടർച്ചയായ 5-ാം ദിവസവും തൃശൂർ ചേലക്കര ആറ്റൂരിൽ കാട്ടാന ഇറങ്ങി. ഇന്നലെ രാത്രി ഇറങ്ങിയ വാഴക്കൊമ്പൻ എന്ന ആനയ്ക്ക് മുമ്പിൽ പെട്ട ബൈക്ക് യാത്രികൻ ബൈക്ക് ഉപേക്ഷിച്ചോടി രക്ഷപ്പെട്ടു. നിരവധി വീടുകളുടെ മതിലുകളും കാട്ടാന തകർത്തു. വലിയ പ്രതിഷേധമാണ് ഇന്നലെ ചേലക്കരയിൽ അരങ്ങേറിയത്. ചേലക്കര വാഴക്കോടും കാട്ടാന ഇറങ്ങി. കാട്ടാനക്കൂട്ടമാണ് ഇന്നലെ വാഴക്കോട്ടെത്തിയത്. കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ ശാശ്വത നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമുയർത്തി ശക്തമായ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ. നട്ടരാജ് പരശുരാം വിശദാംശങ്ങൾ നൽകും. നട്ടരാജ്, ചേലക്കരയുടെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യജീവന് കാര്യമായ ഭീഷണി ഉയർത്തി കാട്ടാന അടക്കമുള്ള വന്യജീവികൾ സ്വൈരവിഹാരം നടത്തുമ്പോഴും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുന്നില്ല എന്നാണോ? എന്തെങ്കിലും നടപടികൾ ഇന്നലത്തെ പ്രതിഷേധത്തിന് ശേഷമൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്? എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? കാട്ടാന ഭീതിയിലാണ് ചേലക്കര. തുടർച്ചയായി 5-ാം ദിവസവും പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ കാട്ടാനകൾ ഇറങ്ങിയതോടെ ഇവിടുത്തെ ജനങ്ങൾ വലിയ ഭീതിയിലാണ് എന്ന് തന്നെ പറയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റൂരിലാണ്. ഈ ജനവാസ മേഖലയിൽ ഇവിടെ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം കാട്ടാന എത്തിയത്. ഇവിടുത്തെ പ്രദേശവാസിയായ അനീഷ് ബൈക്കിൽ വരുമ്പോഴാണ് കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടത്. ഈ കാണുന്നത് അനീഷിന്റെ വാഹനം കാട്ടാന കണ്ട് താഴെ വീണപ്പോൾ ഉണ്ടായ പാടുകളാണ്. ഇവിടെ നിന്നും അനീഷ് ജീവനും കൊണ്ട് ഇറങ്ങി ഓടുകയായിരുന്നു. അനീഷ് നമ്മോടൊപ്പമുണ്ട്. ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു അനുഭവമാണ് താങ്കൾക്ക് ഉണ്ടായത്. എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ മറ്റേ കടയിൽ പോയിട്ട് ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അവിടെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു 10 അടി അങ്ങോട്ട് വെച്ചപ്പോഴേക്കും എൻ്റെ മൊബൈൽ മറന്നു വെച്ച് ഞാൻ വീണ്ടും കടയിലേക്ക് തിരിച്ചു വന്നു. ആ കടയിലേക്ക് തിരിച്ചു വന്ന സമയത്ത് ഞാൻ പോയ വഴിയല്ലേ വിചാരിച്ചിട്ട് തിരിച്ച് അതേ സ്പീഡിൽ തന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ആന നിൽക്കുമായിരുന്നു. ആന ഞാൻ കണ്ടില്ല. ഇവിടെ വെച്ചാൽ വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല ആ ബൈക്കിന്റെ. അപ്പോൾ തൊട്ടടുത്തെത്തിയപ്പോഴാണ് ആന ചീറ്റിക്കൊണ്ട് ഓടിയത്. 2 അടി അങ്ങോട്ട് വെച്ച വഴിക്ക് ഞാൻ ബൈക്ക് ഇട്ടിട്ട് ഓടി. ഈ ബൈക്ക് ഇട്ടിട്ട് ഓടിയ സമയത്ത് ഈ ആന അതേപോലെ സ്പീഡിൽ എൻ്റെ പിന്നാലെ ഓടി എൻ്റെ ബൈക്കിനെ തള്ളി നീക്കണ സൗണ്ടൊക്കെ ഞാൻ കേട്ടു. ഇത് വലിക്കണ കേട്ടപ്പോൾ അപ്പോഴും എൻ്റെ വിചാരം എൻ്റെ പിന്നിലുണ്ടെന്നാണ്, ഈ ആന പിന്നിലുണ്ടെന്ന് ഞാൻ ഓടി. അപ്പോൾ ഈ തിരിവ് തിരിഞ്ഞതിന് ശേഷം ഈ ആന ഇതാക്കിയപ്പോഴേക്കും എൻ്റെ ഈ നിലവിളി കേട്ടിട്ട് തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ ഒരു ചേച്ചി ഒരു ഡോറ് തുറന്നിട്ട് ഓടിവാടാ പറഞ്ഞിട്ട് എന്നെ വീട്ടിൽ കയറ്റുകയാണ് ചെയ്തത്. സത്യത്തിൽ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അല്ലേ? രക്ഷപ്പെട്ടു വന്നു എന്നുള്ളത് അല്ലേ? രക്ഷപ്പെട്ടു ഇപ്പൊ തന്നെ ഇതാണ്. വളരെ ഞെട്ടലുണ്ട് അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെ ഇടറുന്നത് നമുക്ക് കേൾക്കാം. എന്താണ് ഇവിടുത്തെ ഒരു സ്ഥിതി, ഒരു പൊതുസ്ഥിതി എന്നാണ്? എല്ലാ ദിവസവും ഒരു ഭീതിയിലാണോ ഈ പ്രദേശവാസികൾ ജീവിക്കുന്നത്? ഇപ്പോൾ ഇന്നേക്ക് തുടർച്ചയായിട്ടുള്ള 5-ാം ദിവസമാണ് ഈ പ്രദേശത്ത് 1 കിലോമീറ്റർ ചുറ്റളവിലായിട്ട് ആന ഇറങ്ങണത്. അപ്പോൾ വളരെ രീതിയിൽ ജനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ വെള്ളം തുറക്കാൻ വന്ന ചേച്ചീനെ ഇതേപോലെ സമാന സംഭവം ഉണ്ടായി. ആന ഓടിച്ചിട്ട് കുത്തലുണ്ടായി. അപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട അധികാരികൾ വിളിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് റോഡിൻ്റെ അപ്പുറത്താണോ റോഡിൻ്റെ ഇപ്പുറത്താണോ എന്നുള്ളൊരു സാഹചര്യമാണ്. ജനങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് ഈ മറ്റേ മായന്നൂരിൽ നിന്ന് ഫോറസ്റ്റുകാർ വരണം, ഞങ്ങൾ ഇതിന് ബാധകമല്ല, ഞങ്ങൾ മറ്റേ റോഡിൻ്റെ അപ്പുറത്തുള്ള ഫോറസ്റ്റ് മാത്രമേ ഞങ്ങൾ നോക്കുള്ളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് വേണ്ടപ്പെട്ട അധികാരികൾ ഞങ്ങൾക്ക് ഇതിന് മറുപടി. ഞങ്ങൾ തികച്ചും ഈ പ്രദേശവാസികൾ നിസ്സഹായരാണ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ള അറിയാത്തൊരു ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എങ്ങനെ പ്രതിഷേധം തുടരാനാണ് ഉദ്ദേശിക്കുന്നത് ചേട്ടാ? ഇങ്ങനെ പോയാൽ പലരുടെയും ജീവന് ഭീഷണിയുള്ള അവസ്ഥയാണല്ലോ. ജനങ്ങൾ വീട് വിട്ടിറങ്ങി റോഡ് ഉപരോധിക്കലടക്കം ചെയ്യാൻ പറ്റുന്ന എല്ലാ സമരമുറകളും ഞങ്ങൾ സ്വീകരിക്കും. ഇതിന് സംരക്ഷണം കൊടുക്കേണ്ട അനീഷിനെ ഇന്നലെ സംരക്ഷിക്കേണ്ട, അല്ലെങ്കിൽ അനീഷിന് ഇങ്ങനെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായപ്പോൾ ഈ വീട് വിട്ടിറങ്ങി റോഡിൽ വന്ന ജനങ്ങളെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വന്നിട്ട് ഒരു ശരിയായ രീതിയിലുള്ള പെരുമാറ്റമില്ലാണ്ട് അവരുടെ നേരെ ഭീഷണി സ്വരത്തിലും അവരെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത്തരം നടപടിക്രമങ്ങൾ മേലാൽ ആവർത്തിച്ചാൽ പോലീസിനെതിരെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെതിരെയും ശക്തിയായി ഞങ്ങൾ പ്രതിഷേധിക്കും എന്നാണ് ഇന്നലെ രാത്രി ഈ ഭാഗത്ത് വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. നാട്ടുകാരൊക്കെ തന്നെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. ഇന്നലത്തെ പ്രതിഷേധം പിന്നെ എപ്പോഴാണ് അവസാനിപ്പിച്ചത്? എന്താണ് ആ സമയത്ത് രാത്രി പോലും പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് തോന്നാൻ കാരണം? ഇന്നലെ രാത്രിയിൽ ഞാനിവിടെ ഉണ്ടായിട്ടില്ല, അവരൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഞാനിപ്പോൾ അറിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അറിഞ്ഞ് വന്ന ഇത് കണ്ടില്ലേ നിങ്ങൾ? ബൈക്കിനെ ആന കാലുകൊണ്ട് തട്ടി മാറ്റിയിട്ടാണ്. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് ഞങ്ങളുടെ കൂട്ടുകാരനായിട്ടുള്ള അനീഷ് ഈ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. കാരണം എന്താണെങ്കിൽ ഇതിപ്പോൾ ആദ്യമൊക്കെ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു ഈ ആന. ഇപ്പം സ്ഥിരമായിട്ട് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്.
ഇന്നും നാളെയും മറ്റന്നാളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും ദിവസം സ്ഥിരമായിട്ട് വന്ന സ്ഥിതിക്ക്. അപ്പോൾ ആയതുകൊണ്ട് ഇതിന് മുന്നൊക്കെ കൃഷികളാണ് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതി എത്തിക്കൊണ്ടിരിക്കുകയാണ്. സൈഫു, അവിടെ കാണാം കാട്ടാന മതിൽ തകർത്തതാണ്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഈ ഭാഗത്ത് പല സ്ഥലത്തും ഇത്തരത്തിൽ കാട്ടാന മതിൽ തകർക്കുകയും അതുപോലെ തന്നെ കൃഷി നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പമ്പ് ഓപ്പറേറ്ററായ ഒരു സ്ത്രീയെ ഈ ഭാഗത്ത് കാട്ടാന ഓടിച്ചിരുന്നു. അവർ തല നാലിഴയ്ക്കാണ് മറ്റൊരു വീട്ടിലേക്ക് കയറിയത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഈ രീതിയിൽ സ്വൈരവിഹാരം കാട്ടാന നടത്തുമ്പോൾ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടെയുള്ളവരെന്ന് പറയാം. ഇതൊരു ജനവാസ മേഖലയിലാണ്. ഇവിടെയുള്ളവർ തീരെ മനസമാധാനമില്ലാതെ ജീവിക്കുന്ന ഒരു സ്ഥിതിയാണല്ലോ. എന്താ ചേട്ടാ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റിയതിൽ? ഗവൺമെന്റ് വേണ്ട നടപടി പ്രത്യേകം സ്വീകരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധിയായ MLA MP ഈ സംഭവം അറിഞ്ഞിട്ട് ഇന്നേ വരെ ഒന്ന് വിളിച്ച് അന്വേഷിക്കുക പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇവിടെ ജീവിക്കുന്ന നാട്ടുകാർക്ക് എല്ലാ സൗകര്യം ചെയ്തു തരണം. നിങ്ങൾ യുവാക്കളൊക്കെയാണ് ഈ കാര്യത്തിൽ അല്ലേ പ്രതിഷേധിച്ച് മുന്നോട്ട് എത്തിയിട്ടില്ല അല്ലേ? എന്താ പറയാനുള്ളത്? ഇല്ല, നമുക്ക് ജനങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഭീതിയിലാണ്. ഇതിന് നമുക്ക് വേണ്ട പ്രൊട്ടക്ഷൻ തരേണ്ട സംവിധാനങ്ങളാണെങ്കിൽ നിശ്ചലമാണ്. ഇന്നലെ ഞങ്ങൾക്ക് റോഡിൽ ഇറങ്ങേണ്ടി വന്നത് അതുകൊണ്ടാണ്. പലരും റോഡ് തടഞ്ഞുള്ള ആ ഒരു സമരത്തെ ഇതുപോലെ അത് വേണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായമൊക്കെ നമ്മൾ പല ഭാഗത്തും കേട്ടു. പക്ഷേ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇന്നലെ അവിടെ ഫോറസ്റ്റ് വന്നത്, ഇന്നലെ അവിടെ പോലീസ് വന്നത്. അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിളിച്ച് അവർ ആദ്യം ചോദിക്കുന്നത് റോഡിന്റെ അക്കരെയാണോ റോഡിന്റെ ഇക്കരാണോ ചോദിക്കും. അക്കരാണെങ്കിൽ മായന്നൂർ ഡിവിഷൻ എന്ത് വേണമെന്നാണ് പറയുന്നത്? പെട്രോളിംഗ് വേണമെന്നാണോ? വേറെ എന്ത് ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട്? ഇവിടെ സ്ഥിരമായിട്ട് ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ ജീവനക്കാരുടെ സേവനം നമുക്ക് ആവശ്യമാണ്. അതേ